ബിഗ് ബോസ് സീസൺ 7 ഡേ 9 ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം സ്ഥിരമായി വരുന്ന 1-2 കമൻറ്റുകളെ അഡ്രസ്സ് ചെയ്തിട്ട് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നെ പറയുന്നത് മാത്രമല്ല, ആ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുക, അതുപോലെ കമൻറ്റ് ബോക്സിൽ മാന്യമായി കമൻ്റ് ഇടുന്ന ആളുകളുടെ മെക്കിട്ട് കയറുക, അങ്ങനെ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കമൻറ്റ് രേഖപ്പെടുത്തുന്ന ആളുകളെ ആദ്യമൊക്കെ നമ്മൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. അങ്ങനെ ഈ തെറി പറഞ്ഞുകൊണ്ടുള്ള ഡിസ്കഷൻസ് വീഡിയോയുടെ താഴെ ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ആ മോശം ഭാഷ ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയും കുറച്ച് ആളുകൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ BB+ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ, അതുപോലെ 24/7 ലൈവ് കണ്ടു നോക്കൂ, അഭിപ്രായങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. ശരിയാണ്, 24 മണിക്കൂർ കുത്തിയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല ആളുകളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ 1 hour പ്രോഗ്രാം കണ്ടിട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ അഭിപ്രായങ്ങളുണ്ടായേക്കാം, അഭിപ്രായത്തിൽ മാറ്റങ്ങളുണ്ടായേക്കാം. നിങ്ങളങ്ങനെ കാണുന്നതിനുള്ള നിങ്ങളുടെ ചോയ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കൂടെ ഞാൻ ഈ 1 hour കാണുന്നുള്ളൂ എന്ന് പറയുന്ന എൻ്റെ ചോയ്സിനെ കൂടി ബഹുമാനിക്കണം. എന്തുകൊണ്ടായിരിക്കും അവർ 1 മണിക്കൂറിൻ്റെ ഒരു പാക്കേജായിട്ട് ഇങ്ങനെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത്? അത് അങ്ങനെ കാണാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ സാധിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് കാണാൻ അത്രയധികം ആഗ്രഹമുള്ള ആളുകൾ, അവർ കണ്ടോട്ടെ. അവർക്ക് വേണ്ടിയിട്ട് 24/7 അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 1 hour കൊണ്ട് മാത്രം ഇതിനൊരു ഗെയിം ഷോ ആയി മാത്രം കാണുന്ന, ഇതിൽ ഇവർ ഈ 1 hour ഉൾക്കൊള്ളിച്ച് കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ 24/7 കണ്ടതിന് ശേഷം നമ്മുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ പറ്റാതെ വരുമ്പോൾ റെസ്പെക്ട്ഫുള്ളി അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചകളാവാം. എന്നെ സംബന്ധിച്ച് 24 മണിക്കൂറോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന 1 മണിക്കൂറിനപ്പുറത്തേക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കാണാനിരുന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ദൈനംദിന എൻ്റെ ജോലികളെ ബാധിക്കും, അതുപോലെ തന്നെ എൻ്റെ മാനസികാവസ്ഥയും ബാധിക്കും എന്നാണ് മുൻകാലങ്ങളിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും 24 മണിക്കൂർ കാണുന്നില്ല. ഈ കൃത്യം 1 മണിക്കൂറിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ഡേ 9 ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡള്ളാവുന്നുണ്ട്, കുറച്ച് ഡൗൺ ആവുന്നുണ്ട് ഷോ എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ വന്നു പോയതിന് ശേഷമുള്ള ഈ ആഴ്ച നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ സ്ട്രാറ്റജി കാണുക, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ്, അതൊരു കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചതായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് ഡേ 9 എടുത്ത് നോക്കുമ്പോൾ ആദ്യം അടുക്കളയെക്കുറിച്ച് വഴക്കുണ്ടായി, അത് കഴിഞ്ഞൊരു ടാസ്ക് ഉണ്ടായി, കഴിഞ്ഞു. അത് കഴിയുമ്പോൾ കുറച്ച് വലിപ്പിച്ചുകൊണ്ടുള്ള കഥ പറച്ചിലൊക്കെ ആയിട്ട് ദിവസം കഴിഞ്ഞു പോയി, വെറുതെ ഒരു ദിവസം കഴിഞ്ഞു പോയി എന്ന് പറയുന്നത് പോലെ ഫീൽ ചെയ്തു. ഒരു നല്ല സ്ട്രാറ്റജി, നല്ല ഫൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നല്ല ഫൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് മറ്റേ അക്ഷരസ്ഫുടതയോടെ വർത്താനം പറയുന്ന ആ ഫൈറ്റ് അല്ല ഉദ്ദേശിച്ചത്. അതിനൊരു കാരണം ഉണ്ടാവണം, ആ ഒരു ഗ്രോത്തിൽ എല്ലാവരും അതിൻ്റെ ഭാഗമാകണം. എന്നിട്ട് ആ ഫൈറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാർ അവർ തമ്മിൽ സംസാരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിൻ്റ് ഉണ്ടാവണം. നല്ല കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് എങ്ങും എത്താതെ പോയി. അതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ സ്ട്രാറ്റജീസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനപ്പുറത്തേക്കൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് തോന്നി. പക്ഷേ രണ്ടാമത്തെ ഒരാഴ്ചയിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടി വിസിബിളായി വരുന്നു എന്നെനിക്ക് തോന്നുന്ന പ്ലെയർ അത് ബിന്നിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തായാലും ഡേ 9 ആരംഭിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് അനുമോളും ആദിലയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. തലേ ദിവസം രാത്രി നെവിൻ അവരുടെ ബെഡിൽ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു എന്ന് അനു ആദിലയോട് പറയുകയാണ്. അവൻ തക്കാളി കട്ട് തിന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. നെവിൻ്റെ ബെഡിലേക്ക് അനുമോൾ കൊണ്ട് കിടത്തുന്നതൊക്കെ നമ്മൾ തലേ ദിവസത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഈ കോർണറിലുള്ള ബെഡ് ഉണ്ടല്ലോ, ആ ബെഡ് അത് നെവിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെവിൻ്റെ കള്ളത്തരങ്ങളും പരിപാടികളും ഒക്കെ നടക്കുന്നത് ആ ഒരു കോർണറിൽ വെച്ചിട്ടാണ്. കറക്റ്റ് ആ ബെഡ് കിടക്കുന്ന സ്ഥലം, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല പുള്ളിയുടെ കട്ടുതീറ്റ കുറച്ച് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ എപ്പിസോഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാധനം കാണുന്നുണ്ട്. ആ കട്ടത് നൂറയ്ക്ക് ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ട്. നൂറ് അത് മുഴുവൻ കഴിച്ചിട്ട് നിൻ്റെ കൂടെ കക്കാൻ ഞാൻ നിൽക്കില്ല, നീ കക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതെനിക്ക് കുറച്ച് രസകരമായിട്ടുള്ളൊരു കോൺവെർസേഷനായിട്ട് തോന്നി. പക്ഷേ ഈ പറയുന്നൊരു കട്ട് തീറ്റ, അല്ലെങ്കിൽ എനിക്കെൻ്റെ വിശപ്പിന് ഞാൻ എടുത്ത് തിന്നേ പറ്റൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പറയുന്ന റേഷൻ എല്ലാവർക്കും തികയാതെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അടി ഉണ്ടാവാനുള്ള സ്കോപ്പാണ്. മാത്രമല്ല ഇപ്പോൾ ഈ തക്കാളി കഴിച്ചു എന്നുള്ളത് കൊണ്ട് നൂറ നെവിനെ നാളെ തള്ളി പറയാതിരിക്കണം എന്നില്ല. നൂറയ്ക്കുള്ള വിയോജിപ്പ് നൂറ കഴിച്ചെങ്കിലും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നാളെ ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വരുമ്പോൾ അവനെടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്ന് നൂറ പറയും. നൂറ മാത്രമല്ല വേറെയും ആളുകൾ ഇതിനൊക്കെ സാക്ഷികളാണ്. അപ്പം നെവിൻ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിലും നെവിൻ ഒരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്, പക്ഷേ അത് നെവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോകുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും കിച്ചണാണ് ഈ ദിവസത്തെ താരം എന്നെനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയും കിച്ചണിൽ ബഹളമാണ്. കിച്ചണിൽ ചർച്ചകൾക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിലും അവിടെ ബഹളമാണ് നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒനീലും അതുപോലെ തന്നെ കലാഭവൻ സരികയും ഇവരൊക്കെ പറഞ്ഞിരുന്ന, പ്രത്യേകിച്ച് ഒനീൽ പറഞ്ഞിരുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഞങ്ങളെ കിച്ചണിൽ ഒതുക്കി കളഞ്ഞു, അല്ലെങ്കിൽ കിച്ചണിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അവർക്ക് വലിയ കാര്യമായിട്ടൊന്നിലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളും അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കിച്ചൺ ടീമിനെ ആരും കാണുന്നില്ല, അവരറിയുന്നില്ല, അവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ഇടപെടലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവർ പറഞ്ഞത് ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഒതുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനെ മുഴുവൻ നമുക്ക് പൊളിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇപ്രാവശ്യത്തെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൺ മുഴുവൻ ബഹളമാണ്. കിച്ചൺ മുഴുവൻ ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ബഹളം നടക്കുമ്പോൾ എല്ലാവർക്കും ബഹളം വെക്കാൻ അവിടെ വരണം എന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം കൂടെയുണ്ട്. കാരണം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ സൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ, ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരും കിച്ചൺ ഡ്യൂട്ടിയിൽ വന്നിട്ടുണ്ട്. ഒന്ന് അക്ബറും മറ്റൊന്ന് അനീഷുമാണ്. അതിൽ അനീഷ് തുടങ്ങി വെച്ച ഒരു ബഹളം എന്ന് പറയുന്നത് ജിസയിൽ വന്ന് മറ്റേ മൈക്രോവേവ് ഓവൻ്റെ ഡോറ് ക്ലോസ് ചെയ്യാതെ, അത് യൂസ് ചെയ്ത് പക്ഷേ ഡോറ് ക്ലോസ് ചെയ്യാതെ പോയി. അപ്പോൾ അനീഷ് പറയുന്നത് ഒരാൾ തൻ്റെ പുറകെ നടക്കേണ്ട സാഹചര്യമാണല്ലോ, ഈ ഡോർ അടച്ചിട്ട് പൊക്കൂടെ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. കലാഭവൻ സരികയൊക്കെ ഏറ്റുപിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ടീമല്ലേ, ഒരു ടീമിൽ ഒരാളുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ മറ്റേ ആളത് കവർ ചെയ്ത് അങ്ങനെയല്ലേ പരസ്പര സഹകരണത്തിൽ പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനതിനെ നോക്കി കാണുന്നത് അതൊരാളുടെ ഉത്തരവാദിത്തമാണ്. ഒരു സംഭവം പ്രത്യേകിച്ച് ഇപ്പോൾ കറണ്ടിലോ ഗ്യാസിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ സരിക പറയുന്ന പോലെ നമ്മളൊരു ടീമാണ്, മാത്രമല്ല കുറച്ച് സമയമുള്ളൂ. ഇവർ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്താണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 9 മണിക്കപ്പുറം എത്തി. അപ്പോൾ ആളുകൾ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോയേക്കാം. അത് ആസ് എ ടീം അവർ പരിഹരിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ തോറ്റുപോയ ഷാനവാസ് എന്ന് പറയുന്ന ക്യാപ്റ്റനെ കണ്ടു എന്നുള്ളതാണ്. കാരണം ക്യാപ്റ്റനോട് ഇവരെല്ലാവരും ഈ ബഹളത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഷാനവാസ് ഓടി വന്നിട്ട് ചോദിക്കുന്നത്, ആരാ ഈ ഡോറ് അടച്ചതാണോ ഇവിടെ കുഴപ്പം, അത് തുറന്നാണോ? പുള്ളിക്ക് അറിയില്ല പുള്ളി എന്താ ചോദിക്കുന്നത് എന്നുള്ളത്. അനീഷ് തന്നെ തിരിച്ച് ചോദിക്കുന്നുണ്ട്, താൻ കാര്യം അറിഞ്ഞിട്ടാണോ ഇവിടെ കിടന്ന് വർത്താനം പറയുന്നത്, ആരാണിത് ചെയ്തതെന്നറിയോ, എന്താണ് വിഷയം എന്നറിയോ? ഇതൊന്നും ഷാനവാസിന് അറിയില്ല. പക്ഷേ ഷാനവാസ് അങ്ങ് പ്രതികരിച്ച് പോവുകയാണ്. ശരിക്കും ആ കിച്ചൺ ടീമിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും ബഹളം ഉണ്ടാകുമ്പോൾ അവരെ മാറ്റി നിർത്തിയ ശേഷം കിച്ചൺ ക്യാപ്റ്റൻ്റെ അടുത്ത് അല്ലെങ്കിൽ കിച്ചണിലെ ആളുകളോട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുക. അവർ പറയുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറയാം. ബഹളം ഇതാണ് ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു ലീഡറിൻ്റെ രീതി എന്ന് പറയുന്നത്. പക്ഷേ വിഷയം എന്താണ് എന്ന് പോലും ചെക്ക് ചെയ്യാതെയാണ് ഷാനവാസ് അവിടെ പോയി ബഹളം വെച്ചത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ബിന്നിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ബിന്നിയെക്കുറിച്ച് എല്ലാവരും പറയുന്നൊരു ഡയലോഗുണ്ട്, ബിന്നി ഭയങ്കര ബോസിയാണ്, ആൻഡ് ബിന്നി ഭയങ്കര ഭരിക്കാൻ വരുന്നത് പോലത്തെ, അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിൻ്റെ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡയലോഗുകൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ പലരുടെയും വർത്തമാനത്തിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ബിന്നിയെക്കുറിച്ച് ഒനിയിൽ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷം എന്നൊക്കെയാണ്. ഒരാളെക്കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാകുന്നത് അവരെന്തെങ്കിലും കാര്യങ്ങൾ സ്ട്രോങ് ആയി ചെയ്യുമ്പോൾ കൂടിയാണ്. ഓഫ്കോഴ്സ് അയാളുടെ കയ്യിലിരിപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഒരാൾ വളരെ സ്ട്രോങ് ആയി എന്നെ ഏൽപ്പിച്ച കാര്യം ഇതാണ്, ഞാനിതിങ്ങനെ ചെയ്യും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യവും കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തും. അങ്ങനെയൊക്കെയുള്ള ആളുകളോട്, ഇപ്പോൾ ക്ലാസ് ലീഡറോട് ബാക്കി പിള്ളേർക്ക് ഉണ്ടാകുന്ന പോലത്തെ ഒരു ദേഷ്യമില്ലേ, അത്തരത്തിലുള്ളൊരു ദേഷ്യമാണ് എനിക്ക് ബിന്നിയോട് ബാക്കിയുള്ളവർക്ക് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നത്. കാരണം ബിന്നിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് ചെയ്യുന്നു. അതായത് അവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ടീമിലുള്ള ഗ്രൂപ്പിലുള്ള ഈ ജോലി ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. മാത്രമല്ല ബിന്നി എല്ലാ വഴക്കിലും ചാടി കയറി ഇടപെടില്ല. കുറച്ച് നേരം നിൽക്കും, കാര്യം എന്താണെന്ന് കേൾക്കും, ഒബ്സർവ് ചെയ്യും. അതിന് ശേഷമൊക്കെയാണ് ബിന്നിയുടെ ഒരു ഗെയിം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും തിരിച്ചൊന്നും പറയാൻ പറ്റാതെ വരുമ്പോൾ പലരുടെയും ഈഗോ ഹേർട്ടാവുകയും അവർ അഹങ്കാരി എന്നുള്ള രീതിയിൽ മുദ്ര കുത്താനുള്ള സാധ്യതകളുണ്ട്. ഞാനീ പറയുന്നത് സാധ്യതകളാണ്. അപ്പോൾ അങ്ങനെ ഒരു വളരെയധികം ഒബ്സർവ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് ബിന്നിയെ ഫീൽ ചെയ്തത്. മാത്രമല്ല ബാക്കി പലരെയും കുറിച്ചും പറയുന്നത് പോലെ അവരുണ്ടാക്കിയിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളും വെച്ച് വിലയിരുത്താനാണെങ്കിൽ നമുക്ക് ബിന്നിയുടെ ഭാഗത്ത് അവർ ഇപ്പോൾ ഈ കിച്ചണിലെ കാര്യം തന്നെ എടുത്താൽ പോലും അവരുടെ ആർഗ്യുമെൻറ്റ് ന്യായമായിരുന്നു. കാരണം ബിന്നി കുറച്ച് നേരം ഈ വഴക്കും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തു. അതിനുശേഷം ആ ഗ്രൂപ്പിലേക്ക് കയറിയിട്ട് കിച്ചൺ ടീമിനോട് അവർ ചോദിക്കുന്നത് ഭക്ഷണം വേണം, വിശക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു മനുഷ്യന് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കിച്ചൺ ടീമിൻ്റെ ഉത്തരവാദിത്തമാണ് എല്ലാവരുടെയും വയറ് കൃത്യസമയത്ത് നിറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അവിടെ വരുന്ന രേണു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ വരെയുണ്ട്, അപ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം ഉച്ചവരെ നീണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലഞ്ചിൻ്റെ സമയത്തല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടേണ്ടത് എന്നൊക്കെ ഈ പറയുന്ന ബിന്നി പറയുന്നുണ്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ അവരെ ചൊറിയാൻ വേണ്ടി പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് ആയിട്ടോ, ഇനി അതല്ല ഫുഡ് ലേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ വയറ്റിൻ്റെ അകത്തൊരു തീ കത്തും, ആ തീയുടെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കാം. അപ്പോൾ ഈ കിച്ചൺ ടീം അതിനെ കുറച്ച് പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും അനീഷ് ആ സമയത്ത് ബിന്നിയോട് പറയുന്ന ഡയലോഗ് എന്നാൽ പോയി വായു ഭക്ഷിച്ചോ എന്നുള്ളതാണ്. ആ വർത്താനം കേൾക്കുമ്പോൾ ബിന്നി തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ വായു ഭക്ഷിക്കാനാണ് ഞങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കോ, ബാക്കിയുള്ളവർക്ക് നോക്കാനറിയാം എന്നുള്ളതാണ്. ആ ഒരു കോൺവെർസേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നല്ലോണം പിടിച്ചു പോകാൻ പറ്റുന്ന വിശന്നിരിക്കുന്ന ഒരാളോട്, കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടിയിലുള്ള ഒരാൾ, അയാൾക്ക് പറയാം, ഇവിടെ ഭക്ഷണം റെഡി ആവുന്നേ ഉള്ളൂ, താൻ ഈ ബഹളം വെക്കുന്ന ആൾക്കാരെ കണ്ടില്ല, ഇവരെയൊക്കെ ഒന്ന് മാറ്റി തന്നാൽ ചടയിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ പറ്റും, ഒരു കുഴപ്പമില്ല എന്ന് നല്ല രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ ബിന്നി ഈ കൊണ്ടുവന്ന ആർഗ്യുമെൻറ്റിനെ ബ്രേക്ക് ചെയ്യാനും പറ്റും. മാത്രമല്ല ബിന്നിയെ കൂടെ നിർത്തുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കാനും പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ബഹളം വെക്കുന്ന ആൾക്കാർ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു മനുഷ്യനല്ലേ, നിങ്ങളും കിച്ചൺ ടീമിലുണ്ടായിരുന്നല്ലേ, അല്ലെങ്കിൽ കിച്ചണിൽ നിങ്ങൾ പെരുമാറിയിട്ടുള്ളല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അനീഷ് ആ സമയത്ത് ഓൾറെഡി കഴിഞ്ഞ വഴക്കിൻ്റെ ഒക്കെ, അതാ ഞാൻ പറയാം, അനീഷിനും
കയ്യിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ അയാളുടെ സ്ട്രാറ്റജി എല്ലാം ഒന്ന് മാത്രമായി തുടരുന്നു എന്ന് പറയുന്നൊരു ഒരു പ്രശ്നമാണ് അവിടെ കുറച്ചും കൂടി വെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പിന്നീട് ഈ ആർഗ്യുമെൻറ്റ് ബാക്കിയുള്ളവർക്കും വേണമെങ്കിൽ കയറി പിടിക്കായിരുന്നു, ഒരുപാട് നേരം അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു. കിച്ചൺ ടീം ഒരു ഫെയിലിയറാണ് എന്ന് അവർക്ക് പറയാൻ പറ്റുമായിരുന്നു അനീഷിൻ്റെ ഈ ഒരൊറ്റ വർത്താനം കൊണ്ട്. അത് വളരെ മോശം ഒരു വർത്താനം തന്നെയായിരുന്നു. പക്ഷേ ആ ആർഗ്യുമെൻറ്റിലും ബാക്കിയുള്ളവർ, പ്രത്യേകിച്ച് ഇതിൽ അപ്പാനി ശരത്തൊക്കെ വന്ന് ഇടപെട്ടിട്ട് ഇവരിതിനൊരു ബഹളമാക്കി മാറ്റുകയാണ്. ഈ പുരുഷന്മാർ ഇടപെട്ട് വന്നപ്പോൾ ഇതിൽ പിന്നീട് ഈ വളരെ കൃത്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റ് വന്നു. പക്ഷേ അതിൽ പുരുഷന്മാരുടെ ഇടപെടൽ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയും ഇറങ്ങിപ്പോട വർത്താനങ്ങളും അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. എന്തായാലും പിന്നെ അവിടുന്ന് വീണ്ടും പിന്മാറിക്കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം വീണ്ടും ഷാനവാസിനോട് പറയുന്നു, ഇവരെല്ലാവരും കൂടി അവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് തുപ്പലൊക്കെ തെറിച്ച് ഭക്ഷണമല്ലേ ഉണ്ടാക്കണം, അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഷാനവാസ് അപ്പോഴും അവിടെ ചെല്ലുന്നുണ്ട്. ഷാനവാസ് ഇങ്ങനെ ഒരു പോയിൻറ്റുമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അപ്പോഴും അനീഷിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് കുറച്ച് ഇറസ്പോൺസിബിൾ ആയിട്ടാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു. കാരണം തുപ്പലൊക്കെ തെറിക്കാതെ നന്നായിട്ട് ഉണ്ടാക്കണേ എന്ന് പറയുമ്പോൾ നീ പോടാ, അവൻ്റെ ഒരു ഉപദേശം, സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്നൊക്കെയുള്ള ഡയലോഗാണ് ഇയാൾ പറയുന്നത്. അതിൻ്റെ കൂടെ അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾ സംസാരിച്ചേ ഫുഡ് ഉണ്ടാക്കൂ എന്നുള്ളത്. ഹൈജീൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ബിഗ് ബോസിലാണോ ജാസ്മിനൊക്കെ ഉണ്ടായിരുന്നത്, ആ ബിഗ് ബോസിലും ഹൈജീനെ കുറിച്ച് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയും ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബിന്നിയുടെ പ്ലാനാണ്. കാരണം കിച്ചൺ ടീം കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് എവിടെ ഇല്ലായിരുന്നു എന്നുള്ള പരാതിയുണ്ട്, പരിഭവമുണ്ട്. അതിൻ്റെ കൂടെ പുതിയ കിച്ചൺ ടീം വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കിച്ചണിലാണ്, കിച്ചൺ മുഴുവൻ ബഹളമാണ്, അവർക്ക് ഒരുപാട് ക്യാമറ സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കുറ്റം പറയണം എന്നുള്ളതുകൊണ്ട് ബിന്നി ആദ്യം പറഞ്ഞ ആർഗ്യുമെൻറ്റ് നല്ലതായിരുന്നെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ ബിന്നിക്കോ ബാക്കി ടീംമേറ്റ്സിനോ പറ്റിയില്ല. അടുത്ത ഒരു പോയിൻ്റ് ആയിരുന്നു ഇത്, ഈ പറയുന്ന തുപ്പലിൻ്റെ കാര്യം. അത് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് പറയാൻ പോയ ഷാനവാസ് അടക്കം ബാക്കിയുള്ള എല്ലാവരും കൂടി അവിടെ നിന്ന് ഷൗട്ടിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒനിയിലുണ്ടായിരുന്നു, ഷാനവാസ് ഉണ്ടായിരുന്നു, ശരത്ത് ഉണ്ടായിരുന്നു, അക്ബർ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അനീഷ് ആ വഴക്കിൽ നിന്ന് നൈസായിട്ടൊന്ന് മാറി നിന്നു. അക്ബറും ഷാനവാസും അപ്പാനി ശരത്തും എന്നുള്ള നിലയിലേക്ക് ആ ഫൈറ്റ് ചുരുങ്ങി വന്നു. ഈ ചുരുങ്ങി വരുന്നതിൻ്റെ ഇടയിൽ അക്ബറിൻ്റെ വായിൽ നിന്ന് ഒരു തെറിവാക്ക് വരികയും അത് മ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ആ തെറിവാക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒനിയിലും ഷാനവാസും കൂടി ക്യാമറയുടെ അടുത്ത് നിന്ന് ബിഗ് ബോസിനോട് ഈ കാര്യം കംപ്ലൈൻ്റ് ആയിട്ട് അവതരിപ്പിക്കുകയും പിന്നീട് അവരുടെ ആ ഒരു ഷൗട്ടിംഗ് പരിപാടി തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ പിന്നീട് അവസ്ഥയാണ് ആലോചിച്ചത്. ഒരുപാട് അവിടെ നിന്ന് ഷൗട്ട് ചെയ്ത് ഭക്ഷണത്തിൽ തുപ്പൽ തെറിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി, അല്ലെങ്കിൽ ഷൗട്ടിങ്ങിൻ്റെ ആ ഒരു ലെവൽ കൂടി എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയാം. നമുക്ക് ഈ ശബ്ദം പുറത്തേക്ക് വരണമെങ്കിൽ ഓഫ് കോഴ്സ് അകത്തുനിന്ന് പുറത്തേക്ക് കാറ്റ് വരണം. അതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്തേക്ക് ശ്വാസം എടുത്തിട്ട് സംസാരിക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഷൗട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ത്രോ വരികയാണ്. ബിന്നി പറയുന്ന ആർഗ്യുമെൻറ്റ് വളരെ കറക്റ്റാണ്. പക്ഷേ പ്രശ്നം ഇതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന കുറച്ച് വിവരമുള്ള ആരും ബിന്നിയുടെ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. അക്ബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതും വളരെ വലിയൊരു വീഴ്ചയാണ്. ഒരു തെറി വാക്കാണ് അയാൾ ഉപയോഗിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കോൺവെർസേഷൻ ഇവരുടെ ഈ ബഹളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശരത്തും അതുപോലെ അക്ബറും കൂടി പുറത്തിരുന്ന് നടത്തുന്ന ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ അതിൽ ഏതൊരു സാധാരണക്കാരനായ മലയാളിയും ഒരുപാട് ഉപയോഗിക്കുന്നൊരു വാക്കാണിത് എന്നാണ്. ഈ സാധാരണക്കാരായ മലയാളികൾ എന്ന് പറയുന്ന വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്ന കുറച്ച് ആളുകളുടെ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, അവരങ്ങനെ പലതും പറയും. പക്ഷേ പബ്ലിക്കായി പല ജനറേഷൻസിൽ, ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അതുപോലെ എടുത്തു വെച്ച് പറഞ്ഞാൽ പല ജനറേഷനുകളിൽ വരുന്ന ആളുകൾ ഒക്കെ കുടുംബമായിട്ടിരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമിൽ അങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരു സാധാരണ മലയാളിയായി ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത് അത് തീർച്ചയായും വിമർശനാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. ലാലേട്ടൻ അത് ചൂണ്ടിക്കാണിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ എടാപോടാ വർത്താനങ്ങൾ തന്നെ ഭയങ്കര ഓവറായിട്ട് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. അപ്പോഴാണ് ഇവിടെ തെറി വിളിക്കുന്നത്. അക്ബറിൻ്റെ ഒരു വീഴ്ച എപ്പോഴും സംഭവിക്കുന്നത് അക്ബർ കൃത്യമായിട്ടുള്ള ബൗണ്ടറി വെക്കുന്നില്ല എന്നുള്ളതാണ്. അയാളുടെ സ്ട്രാറ്റജീസൊക്കെ നന്നായി വർക്കായി വരുമ്പോഴും അയാൾക്ക് പല ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴും ഒന്ന് ഇയാളുടെ വായിന്ന് വരുന്ന വർത്താനം ചിലപ്പോൾ ഭയങ്കര റോങ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരു ഫിസിക്കൽ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, അതിലേക്ക് കടന്നു കയറുക. ഇപ്പോൾ അനീഷിനോടൊക്കെ ആർഗ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും ദേഹത്ത് കയറി തട്ടി മുട്ടി വർത്താനം പറയുക, ആ ഒരു സംഭവത്തിനെ മാറ്റി നിർത്തി കൃത്യമായി അയാളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രോപ്പറായാൽ, ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അയാളൊരു ഗംഭീര പ്ലെയറാണ്. പക്ഷേ ഈ തെറി വിളിച്ചതിനെ കുത്തിയിരുന്ന് ന്യായീകരിക്കുകയാണ്. ആ ന്യായീകരിക്കുന്ന സമയത്ത് അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നിട്ട് എൻ്റെ കുരു പൊട്ടി എന്നുള്ളതാണ്. അപ്പാനി ശരത്ത് ശരിക്കും ഒരു ലോഡ് കുരുവായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. പുള്ളി അത് എപ്പോൾ പൊട്ടിക്കണമെന്ന് എങ്ങനെ പൊട്ടിക്കണമെന്ന് പുള്ളിക്ക് ധാരണയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ അക്ബറും ഷാനവാസും ഒനിയിലും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് എങ്ങോട്ട് പോകുന്നു, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്, ഇതിൽ ആരാണ് സ്ട്രോങ് പ്ലെയർ എന്നൊക്കെ നോക്കുന്നതിന് പകരം ഞാൻ സംസാരിച്ചാൽ എൻ്റെ കൂടെ നിൽക്കുന്ന അക്ബറാണല്ലോ, അപ്പോൾ അക്ബറിൻ്റെ കൂടെ നിൽക്കാം, ബഹളം വെക്കാമെന്ന് പറഞ്ഞ് ഇയാൾ കുറേ ബഹളമൊക്കെ വെക്കുകയാണ്. അങ്ങനെ കുരു പൊട്ടിയതിന് ശേഷമാണ് അത്ര അദ്ദേഹം ഇടപെട്ട്. പക്ഷേ അക്ബർ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് നീ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ അറിയാം. അതും അക്ബർ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ക്യൂ ആണ്. ഞാൻ ഇവൻ്റെ കൂടെ ഗ്രൂപ്പിസം ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ വേണ്ട എനിക്ക് ജയിക്കാൻ എന്നുള്ളത്. അതിനുശേഷമാണ് ഇവർ ഒനീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് അവനിവിടുന്ന് പോകണം എന്നാണ് അക്ബർ പറയുന്നത്. അവനിവിടുന്ന് പോകുമ്പോൾ അവൻ്റെ മുമ്പിലിരുന്ന് എനിക്ക് ചായ കുടിക്കണം എന്നാണ് പറഞ്ഞത്.
അതൊരു നല്ല വർത്തമാനമാണ്. അപ്പം ഒനീൽ അഥവാ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ചായ കുടിക്കാൻ ആ സമയത്ത് അവസരം കിട്ടുമോ എന്നറിയില്ല. കാരണം ബിഗ് ബോസ് പെട്ടെന്നാണല്ലോ പെട്ടിയും കണക്ക് എടുത്തോളാൻ പറയുന്നത്. അത് കേൾക്കുന്ന പാടെ അപ്പാനി ശരത്ത് പറയുന്നതാണ് അതിലും രസമുള്ള സാധനം. അവൻ പോകുന്ന ദിവസം എനിക്ക് കാലും കയറ്റി വെച്ചിരിക്കണം എന്നൊക്കെയാണ് ശരത്ത് പറയുന്നത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒനീലിന് വേണ്ടിയിട്ട് ഒരു ടാസ്ക് നടക്കുന്നുണ്ട് ഈ മിഡ് വീക്ക് എവിക്ഷനായിട്ട് ബന്ധപ്പെട്ട്. ആ ടാസ്കിൽ ഒനീൽ സെലക്ട് ചെയ്തത് അക്ബറിനെ ആയിരുന്നു. അക്ബർ വളരെ ആത്മാർത്ഥമായിട്ട് ഒനീലിന് വേണ്ടിയിട്ട് മത്സരിക്കുകയാണ് ചെയ്തത്. എന്താല്ലേ, ഒരാൾ പോകുന്ന കണ്ടിട്ട് കാലും കയറ്റി വെച്ചിരിക്കണം എന്ന് സ്വപ്നം കണ്ടിട്ട് തൊട്ടടുത്ത മൊമെൻറ്റിൽ അയാൾക്ക് വേണ്ടി മത്സരിക്കേണ്ടി വരിക എന്ന് പറയുന്നത്, പക്ഷെ അവിടെ ഉഴപ്പിക്കഴിഞ്ഞാൽ ഇത് ഇവർക്ക് തന്നെ ഒരു നെഗറ്റീവ് മാർക്ക് ആവുകയും ചെയ്യും. അങ്ങനെ ഈ ബിഗ് ബോസിൻ്റെ ഗെയിം ഡിസൈനൊക്കെ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ മിഡ് വീക്ക് എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റി വരുന്നത്. ഇവർ 6 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 6 പേർക്കും 500 ഷോപ്പിംഗ് പോയിൻറ്റ്സ് വീതം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 പേര്, ഈ 6 പേരിൽ നിന്ന് 2 പേരെ ഏകാന്തവാസത്തിന് അയക്കും. അവരെ വീട്ടിലേക്ക് തിരിച്ചയക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ക്യാമറയും അതുപോലെ തന്നെ മൈക്കും ഒന്നുമില്ലാത്ത ഒരു ഏകാന്തവാസത്തിന് അവരെ കുറച്ച് ദിവസത്തേക്ക് ഒരു സസ്പെൻഷൻ പോലെ പറഞ്ഞയക്കും എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് വന്നു എന്നുള്ളത് ഇവർ ഈ ആഴ്ച സേഫ് ആവാനുള്ളൊരു കാരണമായേക്കാം എന്നുള്ളത്. എന്തായാലും ഈ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇവർ 6 പേരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറ്റ് ടീം അംഗങ്ങളിൽ നിന്ന് 2 പേരെ വീതം സെലക്ട് ചെയ്യണം. ആ 2 പേരും കൂടി ഒരു ചളിയൊക്കെ ഇട്ടുള്ളൊരു പൂൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചളിക്കുളത്തിൽ അവർ കുറേ കോയിൻസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പാത്രത്തിലിരിക്കുന്ന കുറേ കീകളുണ്ട്. ആ കീകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള കീ എടുത്ത് മറ്റൊരു ബോക്സ് തുറക്കണം. ആ ബോക്സ് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സേഫ്റ്റി ഗിയേഴ്സ് ഉണ്ട്. ഈ സേഫ്റ്റി ഗിയേഴ്സ് മുഴുവൻ ധരിക്കണം. ധരിച്ചതിന് ശേഷം ഈ ചളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പൂളിലേക്ക് ചാടി ഇറങ്ങിയ ശേഷം അതിനകത്തുള്ള കോയിൻസ് കളക്ട് ചെയ്യണം. ഇതാണ് ആക്ടിവിറ്റി. റെനയാണ് കൂട്ടത്തിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് കളിക്കും എന്ന് എനിക്ക് തോന്നിയ 2 പേരെ സെലക്ട് ചെയ്തത്. അതിലൊന്ന് ആര്യനായിരുന്നു, മറ്റൊന്ന് ജിസൈലായിരുന്നു. ശാരിക ആദില നൂറയും ബിന്നയുമാണ് സെലക്ട് ചെയ്തത്. ഒനീൽ സെലക്ട് ചെയ്തത് അക്ബറിനെയും ഷാനവാസിനെയുമാണ്. അതായത് കൂട്ടത്തിൽ കുറച്ച് ആരോഗ്യമുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഫിസിക്കലി നല്ല ഇടിച്ച് നിൽക്കേണ്ട എന്തെങ്കിലും ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള അഡ്വാൻറ്റേജിൻ്റെ ഭാഗമായിട്ടും കൂടി ആയിരിക്കാം. അത് മാത്രമല്ല ഷാനവാസ് ഒനീലിനൊപ്പം ഉണ്ടായിരുന്നു. അക്ബർ ഈ ഇങ്ങനത്തെ ഫിസിക്കൽ വരുന്ന ഗെയിംസിലൊക്കെ ഫ്രണ്ടിൽ വരുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കാം അക്ബറിനെയും ഷാനവാസിനെയുമാണ് ഒനീൽ സെലക്ട് ചെയ്തത്. അനീഷാണ് ഞെട്ടിക്കുന്നൊരു സെലക്ഷൻ നടത്തിയത്. അത് ശരത്തിനെയും അനുമോളയുമായിരുന്നു. ഇവർ 2 പേരുമാണ് കഴിഞ്ഞു പോകുന്ന ഒരാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം അനീഷുമായിട്ട് കൊമ്പ് കോർത്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്രാവശ്യം എന്നെ രക്ഷിക്കാൻ ഇവർ കട്ടയ്ക്ക് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ സംബന്ധിച്ച് അനീഷ് ഏത് 2 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അനീഷ് ഏകാന്തവാസത്തിന് പോട്ടെ എന്ന് ഇവർ തീരുമാനിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അതായത് ഏത് 2 പേരാണെങ്കിലും അനീഷിന് വേണ്ടി കളിക്കുന്നതൊന്ന് താഴ്ത്തി പിടിച്ചേക്കാം. കാരണം അനീഷ് ഒന്ന് മാറി നിന്നാൽ മാത്രമാണ് ബാക്കി പ്ലെയേഴ്സിന് കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദിവസത്തെ രാവിലത്തെ കിച്ചണിലെ വഴക്ക് മുഴുവൻ ഇതിലെല്ലാത്തിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അനീഷാണ്. അനീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വഴക്കുകൾ ഉണ്ടാകുന്നത്. അനീഷിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയാലാണ് ബാക്കിയുള്ളവർക്കൊന്ന് പൊങ്ങി വരാൻ പറ്റുക. അത് മാത്രമല്ല ആസ് എ പ്രേക്ഷകൻ നമ്മൾ നോക്കുന്ന സമയത്തും നമ്മൾ അനീഷിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അയാളാണെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷിനും ഒരു സ്പേസ് ആവശ്യമാണ്, പ്രേക്ഷകർക്കൊരു സ്പേസ് ആവശ്യമാണ്, ആ ടീം പ്ലേയേഴ്സിനും ഒരു സ്പേസ് ആവശ്യമാണ്. എന്തായാലും അനീഷ് വളരെ ബുദ്ധിപരമായി ശരത്തിനെയും അനുമോളെയും സെലക്ട് ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് ബുദ്ധിപരമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ മനഃപൂർവ്വം ഉഴപ്പിക്കളിക്കുകയാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടായേക്കാം. ഇനി അവർ നന്നായി കളിച്ചു എന്ന് വിചാരിക്കും, അപ്പോൾ അനീഷിനത് ബെനിഫിറ്റാണ്. ഇനി അത് മാത്രമല്ല ഈ ശത്രുത കാണിച്ച ആളുകളെ ടീമിൽ കൊണ്ടുവന്നിട്ടുള്ള അപ്പോൾ ഒരു ചെറിയൊരു പോസിറ്റീവ് വൈബ് കിട്ടുമല്ലോ. അത് മാത്രമല്ല ഈ പറയുന്ന ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ ശേഷവും അനീഷ് ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ അടുത്ത് പതിവിലും കുറച്ചും കൂടി നന്നായി സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അയാളുടെ പ്രണയസങ്കല്പങ്ങളെയും ഭാര്യ കല്യാണം വേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഷൗട്ടിങ്ങിലോ അറ്റാക്കിംഗ് മോഡിലോ അല്ലാതെ അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ശാരിക അവരുടെ പേഴ്സണൽ സ്റ്റോറി പറയുമ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞതിന് ശേഷം ഞാൻ ഒഫൻഡ് ചെയ്യാൻ പറഞ്ഞതല്ല കേട്ടോ എന്നൊക്കെ അയാൾ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മിക്കവാറും ഈ ഒരു ഗെയിമിൽ നിന്ന് ഈ ഏകാന്തവാസത്തിന് അയക്കപ്പെടാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ ഇയാൾ മാറി നിൽക്കുന്ന സമയം പ്രേക്ഷകർക്കും തോന്നണം, ടീമിലുള്ളവർക്കും തോന്നണം ഇയാളെ അവിടെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ടീംമേറ്റ്സ് ആണെങ്കിലും ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും പതുക്കെ പറയും, എന്നാലും അനീഷ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതങ്ങോട്ട് സെറ്റാവുന്നില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അത് അനീഷിൻ്റെ വിജയമാണ്. പ്രേക്ഷകരാരെങ്കിലും അങ്ങനെ ചിന്തിച്ചാലും അത് അനീഷിൻ്റെ വിജയമാണ്. അങ്ങനെ അനീഷ് ഈ ശരത്തിനെയും അനുമോളെയും സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും അയാളുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. കലാഭവൻ സരിക വന്ന് സെലക്ട് ചെയ്യുന്നത് അഭിലാഷിനെയും നെവിനെയും ആയിരുന്നു. അതുപോലെ തന്നെ രേണു സെലക്ട് ചെയ്യുന്നത് ബിൻസിയെയും ഷൈത്തയെയും.
കാര്യമാണ്. അത് കഴിഞ്ഞ് അവിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട ഫൈറ്റ് എന്ന് പറയുന്നത് ജിസൈൽ അവർക്ക് കൊടുത്തിട്ടുള്ളതല്ലാത്ത ഒരു ഡ്രസ്സ് ഇട്ടു എന്നുള്ളതാണ്. അനിമോളാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴും ഷാനവാസ് ആസ് എ ക്യാപ്റ്റൻ തോറ്റു പോകുന്നത് ആരെങ്കിലും പരാതി പറഞ്ഞാലല്ലേ എനിക്കിത് പോയി ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു മറുപടിയാണ്. അതായത് ജിസൈലിൻ്റെ ഡ്രസ്സ് ബിഗ് ബോസ് അനുവദിച്ചിട്ടുള്ളതല്ലാത്ത ഒന്നാണ് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് പോയി ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ രീതിയിലല്ല. ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ എല്ലാ ടീംമേറ്റ്സിനും ഒരുപക്ഷെ ഇനി കിട്ടാൻ പോകുന്ന റേഷനെ വരെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഒരു ടീംമേറ്റ് അങ്ങനെ അനുവാദമില്ലാത്തൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പരാതി കിട്ടിയിട്ട് വേണം പരിഹരിക്കാൻ ഇറങ്ങാൻ എന്ന് പറയുന്ന ഡയലോഗ് ഒരു കാരണവശാലും ആസ് എ ക്യാപ്റ്റൻ ഷാനവാസ് പറയാൻ പാടില്ലായിരുന്നു. എന്തായാലും അതൊരു ചോദ്യമായി മാറുന്നു. അതിനുശേഷം ബിഗ് ബോസ് അതിനെ ചോദ്യം ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് തന്ന ഡ്രസ്സ് കീറിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് എന്നൊക്കെ ജിസൈൽ പറയുന്നുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും സൈസൊക്കെ അനുസരിച്ച് തന്നെയാണ് അവർക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. ആ കീറിപ്പോയി എന്നുള്ളത് അത് കീറിയതാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ജിസൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്, ഒന്ന് മേക്കപ്പും അതുപോലെ തന്നെ അവരിടുന്ന ഡ്രസ്സും. അങ്ങനെ ഈ ഒരു കോൺവെർസേഷൻ ചൂട് പിടിച്ച് ബിഗ് ബോസ് ആ ഡ്രസ്സ് തന്നെ ഇടണം അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഇടാത്തത് എന്താണെന്നുള്ള ചോദ്യമൊക്കെ വരുന്ന സമയത്ത് അനിമോളും കൂടി ജിസൈലിനെ വിമർശിക്കുന്നുണ്ട്. അനിമോളാണല്ലോ ഇത് പൊക്കിക്കൊണ്ട് വന്നത്. ആ ദേഷ്യമൊക്കെ ജിസൈലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ജിസൈൽ ഉടനെ അനിമോളോട് ചെന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ പൊക്കവും വലിപ്പമൊക്കെ ഉള്ള മനുഷ്യരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നിനക്ക് പൊക്കമില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ജിസൈലിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഹേർട്ടായി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ആളോട് എന്തെങ്കിലും പറയുക, അവർക്ക് പ്രത്യേക പരിഗണന കിട്ടിയില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെയും കൂടി ഭാഗമായി നമുക്ക് കരുതാവുന്ന ഒന്നാണ് അനിമോളോട് സംസാരിച്ച ഈ കാര്യം. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് അനിമോൾ അത് ഡീൽ ചെയ്തത് വൻ കോമഡി ആയിപ്പോയി എന്ന് തോന്നി. അനിമോൾ ആദ്യം എനിക്ക് പൊക്കൂല, ഞാൻ ഇവിടം വരെ എത്തി എന്നൊക്കെ പറയുന്ന കുറച്ച് ഡയലോഗ് പറഞ്ഞതിന് ശേഷം അനിമോൾ നേരെ കരയാൻ വേണ്ടിയിട്ട് ഇവരുടെ ടോയ്ലറ്റിലേക്കാണ് ഓടിപ്പോയത്. അവരവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണമായിരുന്നു, അവരത് ചോദ്യം ചെയ്യണമായിരുന്നു. ആ ടീംമേറ്റ്സ് മുഴുവൻ അവരുടെ കൂടെ നിൽക്കുമായിരുന്നു. ഇതിപ്പോൾ ഒറ്റയ്ക്കൊരു ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അനിമോൾ കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും കരച്ചിൽ വരുമ്പോൾ ഓടിപ്പോയി ഒളിച്ച് നിന്ന് ആരും കാണാതെ കരയുക എന്നൊക്കെ പറയുന്നത് പോലത്തെ പരിപാടിയാണ്. അതൊക്കെ നമ്മൾ പഴയ സിനിമകളിൽ നായകന്മാർ ചെയ്ത് കണ്ട് മടുത്ത കാര്യങ്ങളാണ്. നമ്മൾ കരയണം, കരച്ചിൽ വന്നാൽ കരയണം, ഇമോഷൻസ് അങ്ങനെയാണ്. പക്ഷേ ഒളിച്ച് നിന്ന് മാറി നിന്ന് പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല നമ്മുടെ വികാരങ്ങൾ. അതുപോലെ തന്നെ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഹേർട്ട് ചെയ്യുമ്പോൾ അത് അവിടെ വെച്ച് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യാൻ അത്രയും ആളുകളും അനിമോളുടെ കൂടെ നിൽക്കുമായിരുന്നു. മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, അനിമോൾ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് ചെന്ന് ആശ്വസിപ്പിക്കുകയാണ്. അനീഷ് പൊതുവെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റേ കഴുത്തുയർത്തി പിടിച്ച് നടക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അനീഷ് ചെന്ന് അനിമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഷാനവാസും കൂടെ കൂടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ടീം മെമ്പേഴ്സ് എല്ലാം ചെന്ന് അനിമോളെ ആശ്വസിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അനിമോൾ പറയുന്നത്, എനിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, പൊക്കമില്ല എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, നിനക്കറിയോ ഞാൻ എത്ര കടയിൽ കയറിയിട്ടാണ് എനിക്കൊരു ഹൈ ഹീൽ കിട്ടുക. ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്ന ആർഗ്യുമെൻറ്റ് വരുന്നത്. എനിക്കവിടെ ഫീൽ ചെയ്തത് ഇവരിടക്കിടക്ക് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഓഡിയൻസ്, ആ ഓഡിയൻസിനെ കേറ്റർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നു അല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണൽ തള്ളിച്ചുണ്ടാവട്ടെ എന്ന് വിചാരിച്ച് പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് അതിലൊരു റിയൽ പെയിൻ വർത്താനത്തിലില്ലായിരുന്നു അല്ലെങ്കിൽ പെർഫോമൻസിലില്ലായിരുന്നു. നമുക്കത് ഫീൽ ചെയ്യണമല്ലോ അയാൾക്ക് ഹേർട്ടായിട്ടുണ്ട് എന്നുള്ളത്. അയാൾക്ക് ഹേർട്ടായാലും ഇല്ലെങ്കിലും ജിസൈൽ പറഞ്ഞത് തെറ്റാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ അനിമോൾക്ക് ആ ഒരു സാധനം ഉണ്ടോയെന്ന് മാത്രമല്ല, അനിമോൾ പങ്കെടുത്ത അനിമോൾക്ക് ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കി കൊടുത്ത ഒരു റിയാലിറ്റി ഷോയോ ഒരു കോമഡി പരിപാടിയുണ്ട്. അതിനകത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷെയിം ചെയ്തും അതുപോലെ ഭയങ്കര മോശം കമൻറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് ആ പ്രോഗ്രാം പൊയ്ക്കൊണ്ടിരുന്നത്. ആ പ്രോഗ്രാമിനെ കുറിച്ച് അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായ സമയത്ത് അതിൻ്റെ ആങ്കറും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുച്ഛിക്കുന്ന ആൾക്കാരും എല്ലാം കൂടി വട്ടം കൂടിയിരുന്നു പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലെന്നേ, ഞങ്ങളിതൊക്കെ ഒരു ഫാമിലി ആയിട്ട് അങ്ങ് എൻജോയ് ചെയ്യുകയാണ് എന്നൊക്കെയുള്ള ഡയലോഗാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് ഈ തരം കോമഡികൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോഡി ഷെയ്മിങ് നടത്തുമ്പോൾ അതൊരു ലൈസൻസ് ആക്കി എടുത്ത് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്ന കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ഡയലോഗുകൾ കേൾക്കേണ്ടി വന്ന് വിഷമിക്കേണ്ട കുറേ ആളുകളുമുണ്ട്. ആ പ്രോഗ്രാമിൽ പോയിരുന്ന് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നവരുടെ നടുക്കിരിക്കുകയും ഇവിടെ വന്നിട്ട് ബോഡി ഷെയിം ചെയ്യുമ്പോൾ ഉടനെ ഓടിപ്പോയി ഒറ്റയ്ക്ക് നിന്ന് കരയുകയും ചെയ്യാമെന്ന് പറയുന്നത് അവിടെ എനിക്കൊരു ഇരട്ടത്താപ്പെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവം ഫീൽ ചെയ്തു. നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ അവർ ഫ്രണ്ട്സ് അല്ലേ കളിയാക്കുന്നത്, ഇവിടെ അത്രയും ഫ്രണ്ട്സ് ആയിട്ടില്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഇവിടെ ഒരു സീരിയസ് നോട്ടിലാണ് പറഞ്ഞത്. പക്ഷേ അവിടെ തമാശയായിട്ട് പറയുന്ന കാര്യം സീരിയസ് ആയും എവിടെയെങ്കിലും പറയാം എന്ന് പറയുന്നൊരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ഈ ഷോയിൽ അനിമോൾക്ക് തന്നെ നേരിടേണ്ടി വന്നത്. മാത്രമല്ല അവരത് ഡീൽ ചെയ്ത രീതിയും ശരിയായില്ല. അത് കഴിഞ്ഞ് എന്നോട് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചാൽ നിന്നോട് ഞാൻ ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കും എന്നൊക്കെ ജിസൈൽ പറയുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴും സോറി എന്നും പറയുന്നുണ്ട്. പക്ഷേ അതൊരു അപ്പോളജി അല്ല. ഒരാളുടെ ഉയരക്കുറവിനെ
പുച്ഛിച്ച് സംസാരിച്ച ശേഷം ഞങ്ങൾക്കൊക്കെ ഉയരമുണ്ട്, നിനക്കൊന്നും പൊക്കമില്ലാണ്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഇൻസൾട്ടിന് ശേഷം പ്രോപ്പറായിട്ട് അപ്പോളജൈസ് ചെയ്യണമായിരുന്നു. അത് ആ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഷാനവാസ് ആയിരുന്നു പറയിപ്പിക്കേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നി. മറ്റ് ടീം അംഗങ്ങൾക്കും അത് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്, അനുമോൾക്കും അത് ഡിമാൻഡ് ചെയ്യാമായിരുന്നു. എൻ്റെ മെക്കിട്ട് കയറിയതുകൊണ്ട് നിനക്ക് കിട്ടിയതാണ്, മര്യാദക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറയുന്നൊരു ഭീഷണി എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്തൊരു അപ്പോളജി ഇല്ല. ആ അപ്പോളജി അവർ ഡിമാൻഡ് ചെയ്യണമായിരുന്നു, ചെയ്യിപ്പിക്കണമായിരുന്നു. ജിസേലിൻ്റെ എല്ലാ പരിപാടികളിലും ജിസേലിന് അങ്ങനെ അപ്പോളജൈസ് ചെയ്യുന്ന പരിപാടിയില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ഇങ്ങനെയാണ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് നമ്മളെപ്പോഴും അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ബിഗ് ബോസിൻ്റെ അടുത്ത് എൻ്റെ ഡ്രസ്സ് കീറിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ന്യായീകരണം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അതിന് ബിഗ് ബോസ് മറുപടി കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് തന്നിട്ടുണ്ട്, ആ ഡ്രസ്സ് ആക്ടിവിറ്റിയുടെ ഒക്കെ ഭാഗമായും നന്നായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, അത് കീറാതെ നോക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് വേറെ ഡ്രസ്സൊന്നും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ആ ബാഡ്ജ് സ്വന്തമാക്കുക, എന്നിട്ട് നിങ്ങളുടെ ഡ്രസ്സും മറ്റ് വസ്തുക്കളും സ്വന്തമാക്കണം. എന്ന് വെച്ചാൽ ഇവർ ഈ മറ്റേ ചളിയിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ടാസ്ക് കഴിഞ്ഞ് എല്ലാവരുടെയും ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നോക്കിയാൽ എല്ലാവരും വേറെ വേറെ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? നനഞ്ഞ ഡ്രസ്സ് ഇട്ട് ഒരുപാട് നേരം നിൽക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സ്കിന്നിലടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ജലദോഷം വരാം, പനി വരാം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യത്വപരമായി നമ്മളൊരു വേറെ ഡ്രസ്സ് കൊടുക്കുക എന്ന് പറയുന്ന കാര്യം അവരവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജിസേലിൻ്റെ അടുത്ത് ആ ഡ്രസ്സ് മാറ്റി വേറൊരു ഡ്രസ്സ് ഇട്ടോളൂ എന്ന് പറയുന്നൊരു കാര്യം ബിഗ് ബോസ് പറയാത്തത്, ആ ഡ്രസ്സും കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കായിരുന്നു. സ്വന്തം ബാഡ്ജോ സംരക്ഷിച്ചിട്ടില്ല, എന്നാൽ സ്വന്തം ഡ്രസ്സെങ്കിലും സംരക്ഷിക്കണ്ടേ? അത് ജിസേലിന് മനസ്സിലാവുന്നില്ല. ഇതേ ജിസേലാണ് ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ എന്തോ ആണ് അടിച്ചു വരുന്നൊരു കാര്യം ഉണ്ടാകുമ്പോൾ വാക്യൂം ക്ലീനർ ഇട്ട് തുടക്കേണ്ടതാണ്, എന്നിട്ടും ബിഗ് ബോസ് ചൂല് തന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ഉണ്ടാവും എന്ന് അനുമോളെ ഉപദേശിക്കാൻ ചെന്ന്. പക്ഷേ സ്വന്തം ഡ്രസ്സ് കീറുമ്പോൾ ബിഗ് ബോസ് ഈ പറയുന്നത് അത് ജിസേലിന് മനസ്സിലായില്ല. എന്തായാലും മിഡ് വീക്ക് എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നടന്നു. അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ പക്ഷേ ശരത്തും അനുമോളും ഉഴപ്പിക്കളിച്ചു എന്നെനിക്ക് തോന്നിയില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള താക്കോല് കിട്ടാത്തത് തന്നെയായിരുന്നു പ്രശ്നം. എന്നാലും അതിനുശേഷം അനുമോൾ കുറച്ച് വെപ്രാളം കൂടുതൽ കാണിച്ചു. സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം ഇട്ടതിന് ശേഷം ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ അനുമോൾ ആ സേഫ്റ്റി ഗിയേഴ്സ് ഇടാതെ തന്നെ ചാടി ഇറങ്ങുന്ന ഒരു പ്രവണതയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അനീഷ് പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗെയിമൊക്കെ കളിച്ച ശേഷം ഇത്രയും കോയിൻസ് കിട്ടിയ ശേഷം അപ്പാന് ശരത്ത് ഓടിച്ചെന്ന് അനീഷിനെ കെട്ടിപ്പിടിച്ചു. അത് ശരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അവിടെയൊക്കെയാണ് ഈ സ്പോർട്സ് ഐറ്റം ആളുകളെ മാറ്റും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ശത്രുതയൊക്കെ ഉണ്ടാകും, പക്ഷേ നിങ്ങളൊരു ടീമായിട്ട് കളിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ആ ഒരു സാധനം എനിക്ക് അവിടെ ഫീൽ ചെയ്തു. അത് അയാൾ കയ്യിൽ നിട്ടതാണെങ്കിലും അല്ലെങ്കിലും അപ്പാന് ശരത്ത് കാണിച്ച ജസ്റ്റർ അത് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. എന്തായാലും അനീഷിന് 3 കോയിൻ കിട്ടി, ബാക്കി എല്ലാവർക്കും അതിനേക്കാൾ കൂടുതൽ കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അനീഷ് കഴിഞ്ഞാൽ പോയിന്റ് പിന്നെ പുറകെ നിൽക്കുന്നത് ശാരികയാണ്. ഇനി അഥവാ ഇത് അനീഷിൻ്റെ പ്ലേ അല്ല, ശരത്തും അനുമോളും കൂടി ഒത്തു കളിച്ചിട്ടാണ് അനീഷിന് ഈ പോയിൻറ്റ്സ് കുറച്ച് കിട്ടിയതെങ്കിൽ, അതായത് അനീഷിനെ നമുക്കൊന്ന് പുറത്താക്കണം എന്ന് ശരത്തും അനുമോളും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്, വളരെ ധൈര്യത്തോടു കൂടിയുള്ളൊരു മൂവാണ്. മാത്രമല്ല അതവർ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. നമുക്കിത് കിട്ടാത്തോണ്ടാ എന്ന് പറയുന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയും ഈ കോയിൻസ് പരമാവധി കുറച്ചെടുക്കാൻ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എടുക്കാനുള്ള സമയം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇപ്പോഴത്തെ ബിഗ് ബോസ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സീസൺ 7 തുടങ്ങിയ ശേഷം ഇതുവരെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അനീഷും ബാക്കിയുള്ളവരും എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോമണറും സെലിബ്രിറ്റീസും എന്ന് പറയുന്നൊരു രീതിയിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ, ഒരു ടോട്ടൽ ഡൈനാമിക്സിലൊരു ചേഞ്ച് വരണമെങ്കിൽ അനീഷ് കുറച്ച് ദിവസത്തേക്കെങ്കിലും പറ്റുകയാണെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് തന്നെ പുറത്താവേണ്ടത് ഒരു ആവശ്യമാണ് എന്നുള്ളത് ശരത്തിനും അനുമോൾക്കും മനസ്സിലായിട്ടുണ്ടെന്നും അതിനുവേണ്ടി അവർ കൃത്യമായി കളിച്ചു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത് കഴിഞ്ഞാണ് ഞാൻ വിവാഹം എന്ന് പറയുന്ന പരിപാടിയിൽ വിശ്വസിക്കുന്നില്ല, പ്രണയാഭ്യർത്ഥനകൾ വന്നപ്പോഴും ഞാനത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ അനീഷ് ബാക്കി ടീംമേറ്റ്സിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആ കോൺവെർസേഷൻ അയാൾ സംസാരിച്ചതും അയാളോട് സംസാരിച്ചതുമായിട്ടുള്ള ആ ടോട്ടൽ കോൺവെർസേഷൻ അവിടെ എല്ലാവരും സംസാരിച്ച രീതിയും ഒക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും പരസ്പരം ഒരു ബഹുമാനമൊക്കെ കൊടുത്തോണ്ടേ ഒരു രസമായിരുന്നു. അതായത് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, താനെന്ത് മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളുകൾ കുറച്ച് സമാധാനത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ശാരിക അനീഷിനോട് സംസാരിക്കുമ്പോൾ ശാരികയ്ക്ക് വേണമെങ്കിൽ അത് കുറച്ചുകൂടി എന്ന രീതിയിലാക്കാമായിരുന്നു, മറുപടി കൊടുക്കുമ്പോൾ അനീഷിനും അത് ചെയ്യായിരുന്നു. പക്ഷെ അവരങ്ങനെ പോയിട്ടില്ല. അത് കഴിഞ്ഞാണ് ആക്ച്വലി ശാരിക സ്കോർ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് അവരോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയ ഒരു കാര്യം, രേണുവും ശാരികയും തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുകയാണ്. ആങ്കർ ശാരിക അവിടെ രേണു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അയ്യോ എനിക്ക് 2 എൻ്റെ കയ്യിൽ നിന്ന് പോകും, ഞാൻ വേഗം അല്ലെങ്കിൽ ഞാൻ ഔട്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഞാൻ പൊക്കോളാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ സംസാരത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ശാരിക അവരോട് പറയുന്നത് രേണു അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, പുറകോട്ട് പോരുത്. അക്ബർ വന്ന് മാപ്പ് പറഞ്ഞാലും അതങ്ങനെ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ രേണു ഒരുപാട് അമ്മമാർക്ക് അതുപോലെ തന്നെ
വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒക്കെ ഒരു സ്ട്രെങ്ത് കൊടുക്കുന്ന രീതിയിൽ ഇവിടെ നിൽക്കേണ്ടതാണ്. അത്രയും ആളുകൾ നിങ്ങളെ ലുക്കപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് എന്നൊക്കെ രേണുവിനോട് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു ചാർജ് ഫീൽ ചെയ്യും. കൊള്ളാലോ, അതൊരു നല്ല മോട്ടിവേഷനാണ്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു പക്ഷേ ലാലേട്ടൻ ഈ കാര്യത്തെ കുറച്ചും കൂടി നല്ല രീതിയിൽ അവതരിപ്പിക്കും എന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു കോൺവെർസേഷനുകളിൽ ഒന്നായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ബിന്നി പറഞ്ഞിട്ടുള്ള ആഹാരം, ഹൈജീൻ, ആ വിഷയവും വീക്കെൻഡിൽ സൂചിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അക്ബർ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കി അത് നമ്മുടെ രേണുവിന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹൃദയ ചപ്പാത്തി എല്ലാവരും പൊക്കി കാണിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ രേണു അത് അംഗീകരിക്കുന്നില്ല. ഇതുകൊണ്ടൊന്നും ഞാൻ വീഴില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവസാനം ആ ചപ്പാത്തി കളയില്ല, ഭക്ഷണമല്ലേ. അപ്പോൾ അത് കളയുന്നതിന് മുമ്പ് അവർ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവരും ഷെയർ ചെയ്താൽ ഞാൻ ഇതിൽ നിന്നൊരു കഷ്ണം എടുത്ത് കഴിക്കാം, ഇതിൻ്റെ പേരിൽ എൻ്റെ പിണക്കം മാറി എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആഹാരം കഴിക്കുന്നത്. പുറത്ത് അതിന് ശേഷം അക്ബറും ജിസയിലും ഒക്കെ ഇരിക്കുന്ന ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അവിടെ ജിസയിൽ പറയുന്നുണ്ട് രേണു ഇസ് നോട്ട് ഫോർഗിവിങ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജിസയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നതിനെക്കുറിച്ച് ജിസയിൽ അവിടെ സംസാരിക്കുന്നില്ല. അത് കഴിഞ്ഞ് നെവിൻ ഒരു ആർഗ്യുമെൻറ്റുമായിട്ട് വരുന്നുണ്ട്. അവനവൻ കഴിച്ച പ്ലേറ്റ് അവനവൻ തന്നെ കഴുകി വെക്കണം, അത് വെസൽ ടീമിൻ്റെ ജോലിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പുള്ളി അങ്ങോട്ട് വരുന്നത്. പക്ഷേ പുള്ളിയുടെ പ്രശ്നം ഇത്രേ ഉള്ളൂ, പുള്ളിക്ക് വേറെ ആളുകളുടെ പാത്രം കഴുകാൻ പറ്റില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു ആർഗ്യുമെൻറ്റുമായിട്ട് ഇയാൾ വരുമ്പോൾ ശാരിക എണീറ്റ് നിന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഈ എപ്പിസോഡിൽ ശാരികയും കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ മുന്നോട്ട് വെച്ച ആർഗ്യുമെൻറ്റ്സ് ആണെങ്കിലും രേണുവിനോടുള്ള സംസാരമാണെങ്കിലും നെവിനെ ഒടിച്ച് മടക്കി വിട്ടതിലാണെങ്കിലും ഒക്കെ ശാരിക എനിക്ക് ഇഷ്ടപ്പെട്ടു. ശാരിക പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നീ നിൻ്റെ സ്വന്തം കപ്പ് പോലും കഴുകി വെക്കാറില്ല, ആ നീയാണ് ഞങ്ങളോട് വന്ന് പാത്രം കഴുകി വെക്കാൻ പറയുന്നത്, ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ സൈലൻ്റ് ആവുന്നുണ്ട്. ശരിക്കും അത് അർഹിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. കാരണം അതിനുശേഷം ഷാനവാസിനോടും ഇയാൾ ഇതേ കാര്യം തന്നെ, നെവിൻ ഇതേ കാര്യം തന്നെ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, നീ നിൻ്റെ പാത്രം കഴുകിയിട്ടില്ല, നിൻ്റെ കപ്പുകൾ കഴുകിയിട്ടില്ല. അതും കൂടി മാറ്റി വെച്ചാൽ എനിക്കൊന്ന് സരികയാണോ ശാരികയാണോ എന്നറിയില്ല. ആരോ ഒരാൾ ചോദിച്ചു, എല്ലാവരും അവനവൻ്റെ പാത്രം കഴുകി വെച്ചാൽ പിന്നെ കറി വെക്കുന്ന 3 പാത്രം കഴുകുന്നതാണോ വെസൽ ടീമിൻ്റെ ഇത്രയും വലിയ ജോലി എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അവനവൻ കഴിച്ച പാത്രം അവനവൻ കഴുകി വെക്കുക എന്നുള്ളതാണ്. അതിൽ ഇതൊരു കോംപ്ലിക്കേഷനായി വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, മിക്കവാറും കേസുകളിൽ സംഭവിക്കുന്നത് ഈ പാത്രം കഴുകുക എന്ന് പറയുമ്പോൾ എല്ലാവരും വേസ്റ്റും കൂടി ചേർത്തിട്ട് പാത്രം കഴുകി സിങ്ക് ബ്ലോക്ക് ആവുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊരു പ്രോപ്പർ രീതിയിലാവുക എന്ന് പറയുന്നത് എനിക്കൊന്നത് ഫസ്റ്റ് വീക്ക് തൊട്ട് ആരെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെ പോവുകയും ചെയ്തിരുന്നെങ്കിൽ അതൊരു രീതിയാവുമായിരുന്നു. നേരെ മറിച്ച് ആദ്യത്തെ വെസൽ ടീം ബാക്കിയുള്ളവരുടെ പാത്രം കഴുകുകയും പിന്നെ വരുന്നവർ അത് പറ്റില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എന്തായാലും നെവിൻ്റെ ആർഗ്യുമെൻറ്റ് കറക്റ്റ് ആയിരുന്നു. പക്ഷേ അയാൾ ഈ കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കാത്ത ഒരാളായിരിക്കെ ഇങ്ങനെ ഒരു ഡയലോഗ് അവിടെ ചെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഈ ബിൻസി നമ്മുടെ അപ്പാനി ശരത്തിൻ്റെയും അക്ബറിൻ്റെയും ആ ഒരു ഗ്യാങ്ങിലേക്ക് കയറുന്നുണ്ട്. അവർ ചിലപ്പോൾ ഒരു ആങ്ങളമാർ പെങ്ങളൂട്ടി എന്ന് പറയുന്ന ഒരു സ്കീമിലേക്ക് മാറാനുള്ള ചാൻസ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബിൻസി കുറച്ചും കൂടി ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവുന്നുണ്ട്. ഇവിടെ ആക്ച്വലി 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ പറയുന്ന അപ്പാനി ശരത്തും അക്ബറും കൂടിയുള്ള ലാലേട്ടൻ പറഞ്ഞ അയൽക്കൂട്ടം ഗ്യാങ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിൽ നിന്ന് ഇവർക്ക് പുറത്ത് കടക്കാനും പറ്റും. കാരണം ബിൻസിയും കൂടി വന്നല്ലോ. മാത്രമല്ല ബിൻസിയെ സംബന്ധിച്ച് ഇവരെന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഞാനതിന് എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. മാത്രമല്ല ഇവിടെ ഇരിക്കുമ്പോൾ ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ന്യൂസും കിട്ടാം, അപ്പോൾ കൃത്യമായിട്ടൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം എന്ന് പറയുന്ന ഒന്നാണ്. അഭിലാഷ് ആ ഗ്രൂപ്പിൽ നിന്ന് മൊത്തത്തിൽ ഔട്ടായി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ തെളിവെന്ന് പറയുന്നത്, അപ്പാനി ശരത്തും അക്ബറും കൂടി പുറത്തിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അബി എന്താ ഇടപെടാഞ്ഞ്, അവനവിടെ മിണ്ടാതെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു, നല്ലവുള്ള ചമയലാണ് എന്നൊക്കെയുള്ള ഒരു കുറ്റപ്പെടുത്തൽ സാധനം അവരവിടെ നിന്ന് പറയുന്നുണ്ട്. അബി ഇപ്പോൾ മൊത്തത്തിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അയാൾ ആ ഗ്രൂപ്പിൽ കളിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചും കൂടി ഒരു ഗെയിം പ്ലാനും സ്ട്രാറ്റജിയും അയാൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യകതയുണ്ട്. എന്തായാലും അഭിലാഷ് പോയ ഒഴിവിലേക്ക് ബിൻസി വളരെ സ്ട്രോങ് ആയിട്ട് ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുന്നുണ്ട്. 2 കൂട്ടർക്കും, അക്ബർ ശരത്തിനും അതുപോലെ തന്നെ ബിൻസിക്കും ഉപകാരം ഉണ്ടാവുന്നൊരു കോമ്പിനേഷനാണ്. ഇനി അവരെന്തൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഓൾറെഡി അക്ബറിനെ നമ്പാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് ബിൻസി. അപ്പം ഇവർ പറയുന്ന എല്ലാ പ്ലാനിലും ബിൻസി കണ്ണും പൂട്ടി അങ്ങനെ നിൽക്കില്ല, കുറച്ച് ബുദ്ധിപരമായി പ്ലാൻ ചെയ്തൊക്കെ നിൽക്കുള്ളൂ. നമുക്ക് അതിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. അത് കഴിഞ്ഞാണ് ഇവരെല്ലാവരും അവരുടെ ലൈഫ് സ്റ്റോറീസ് പറയുന്നത്. ശാരികയുടെ സ്റ്റോറി എനിക്ക് അത്ര ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടില്ല, പക്ഷേ അവർ തരക്കേടില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചു. അതിനുശേഷമാണ് അനീഷിൻ്റെ ഒരു കോൺവെർസേഷൻ അവിടെ സംഭവിക്കുന്നത്. അവിടെയൊക്കെ അയാൾ നീറ്റായിട്ടാണ് ഡീൽ ചെയ്തത്. അത് ഞാൻ പറഞ്ഞത്, ഇയാൾ എന്തായാലും ഒരു അജ്ഞാതവാസത്തിന് പോകാൻ സാധ്യതയുള്ള ഒരാളാണ്. അങ്ങനെ പോയി കഴിഞ്ഞാലും
ഈ ഒരു പോസിറ്റീവ് ഫീൽ എവിടെയെങ്കിലൊക്കെ അവശേഷിപ്പിച്ചാലാണ് അനീഷ് ഉണ്ടായിരുന്നു, അപ്പോൾ ബഹളമൊക്കെ ആയിരുന്നു എന്ന് കാഷ്വലി എങ്കിലും ഒരാൾ പറയുള്ളൂ. അത് കഴിഞ്ഞാണ് രേണു കഥ പറയാൻ വരുന്നത്. രേണുവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ രേണു ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. രേണുവിന് എന്ത് പറയണം എന്നുള്ളതോ, ഇപ്പോൾ നമ്മളൊരു ലൈഫ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്, അപ്പോൾ അതിലൊരു ഇമോഷൻ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു കഥയാവുമായിരുന്നു. ഹൗസിലുള്ളവർക്ക് തന്നോടുള്ള ഇമേജ് മാറുമായിരുന്നു, അതുപോലെ തന്നെ പുറത്തുള്ള ആളുകൾക്കും ആ ഒരു ഇമേജ് മാറുമായിരുന്നു. രേണു അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അക്ബർ വന്ന് മാപ്പ് പറയുമ്പോൾ രേണു ഇത് ക്ഷമിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ക്ഷമിക്കാതെ നിൽക്കുന്നതിന് എനിക്കൊരു കാരണമുണ്ട് എന്നുള്ളത് കൂടി ടീംമേറ്റ്സിനെ അറിയിക്കാവുന്ന രീതിയിൽ തൻ്റെ കഥയെ കുറച്ചും കൂടി ഒന്ന് സ്ട്രക്ചർ ചെയ്ത് അവതരിപ്പിക്കാൻ രേണു ശ്രമിക്കണമായിരുന്നു. പക്ഷേ രേണു ഒരുമാതിരി കുഞ്ഞിപ്പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഹായ് കൂട്ടുകാരെ അങ്ങനെയുണ്ടല്ലോ ഇങ്ങനെയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം എല്ലാവർക്കും ബോറടിച്ചു. എല്ലാവരുടെയും മുഖത്തുനിന്ന് എക്സ്പ്രഷനിൽ നിന്നൊക്കെ അത് വളരെ വ്യക്തമായിരുന്നു. അത് കഴിഞ്ഞാണ് ഒനീൽ വന്ന് സംസാരിക്കുന്നത്. ഒനീലിന് കൃത്യം വിഷയം തന്നെയാണ് കിട്ടിയത്. അമ്മ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അയാളെ സംബന്ധിച്ചും വളരെ ഇമോഷണൽ ഒരു കണക്ഷൻ ഉള്ള ആളാണ്. പുള്ളി ഫസ്റ്റ് മറ്റേ റേസ് ചെയ്ത് കൈപ്പത്തി പതിപ്പിക്കുന്ന പരിപാടിയിലൊക്കെ ഒനീലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്. അമ്മയുടെ ഒരു ഡിഷ് അയാൾ ബോംബെയിൽ ഒരു വലിയ ഹോട്ടലിൽ മെനുവിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ അയാളുടെ റിസർച്ചും കാര്യങ്ങളും അതിനെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളത് പുള്ളി പറയുന്നുണ്ട്. മാത്രമല്ല ആ ടോപ്പിക് ഇറ്റ് സെൽഫ് എല്ലാവർക്കും ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്നതാണ്. കാര്യം ഒരു വന്നിട്ട് 8-9 ദിവസമായി. ഇതിൻ്റെ ഇടയ്ക്ക് കുടുംബാംഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് സംസാരിക്കാനോ കാണാനോ ഒന്നും അവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റുക എന്നുള്ളത് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കഴിഞ്ഞ ആഴ്ച അത് ഷാനവാസിന് കിട്ടി. ഷാനവാസിൻ്റെ വീട്ടുകാർ ഇയാൾ ഓക്കെ ആണോ എന്നൊക്കെ സംസാരിക്കുന്നതും അതിനിടെ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുന്നതൊക്കെ അയാൾക്ക് ഭയങ്കര റിലീഫായിരിക്കും. ഈ കേസിൽ ഈ അമ്മ എന്ന് പറയുന്നൊരു ഫിഗർ വരുമ്പോൾ എല്ലാവർക്കും വീട് മിസ് ചെയ്യാണ്. ഈ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, അതൊരു വീടിനെ കൂടി റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു വേർഡും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീടും കുടുംബവും ബന്ധുക്കളും ഒക്കെ ഓർമ്മ വരും. അതിൻ്റെ കൂടെയാണ് ഒനീൽ അത് പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറയുന്നത്. എല്ലാവരും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് പോയത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അയാൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലും കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നി, ഒരു ഇമോഷണൽ രീതിയിൽ. അത് കഴിഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജിസേലിൻ്റെ എന്തോ കാര്യം ആരോ അടിച്ചുകൊണ്ട് പോയി. ജിസേൽ അയ്യോ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ആ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ അതെന്തായിരുന്നു എന്നുള്ളതും അതിൻ്റെ വാലയെ പിടിച്ച് പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും നമുക്കിനി വരുന്ന എപ്പിസോഡിലാണ് കാണാൻ പറ്റുക. ഇത്രയും വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശാരിക കുറച്ചും കൂടി ഒന്നുകൂടി വിസിബിൾ ആവുന്നുണ്ട്. അവരുടെ ആർഗ്യുമെൻറ്റ്സ് ആണെങ്കിലും അവർ പറയുന്നതിലാണെങ്കിലും കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിന്നി ആസ് എ സ്ട്രോങ് പ്ലെയർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. ആൻഡ് അനീഷ് ആൻഡ് അക്ബർ, അനീഷും അക്ബറും അല്ലെങ്കിൽ അനീഷും ശരത്തും, ഈ അക്ബർ ശരത്ത് എന്ന് പറഞ്ഞ കോംബോ പൊളിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അക്ബറോ ശരത്തോ ആൻഡ് അനീഷ് ഇവർ മാറി നിന്നാൽ മാത്രമാണ് ബാക്കി പ്ലേയേഴ്സ് കുറച്ചും കൂടി വിസിബിളി ക്യാമറയിൽ വരുള്ളൂ. കാരണം ബാക്കി എല്ലാവരും സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷേ ഇവരുടെ ഈ ബഹളങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ളതുകൊണ്ട് ബിഗ് ബോസ് ആണെങ്കിലും ഇപ്പോൾ ഈ 1 hour പ്രോഗ്രാമിലേക്ക് ഇതിനെ ചുരുക്കും. അത് സ്വാഭാവികമായും ബാക്കിയുള്ളവരുടെ സ്ക്രീൻ ടൈമിനെ വല്ലാണ്ട് കുറയ്ക്കും. ഇപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് 24 മണിക്കൂർ ഇരുന്ന് കാണാത്ത ആളുകൾക്ക് തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഇവരിലൊരാൾ അല്ലെങ്കിൽ 2 പേര് ഒന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ആ ഷോയ്ക്ക് ആ ആവശ്യമുണ്ട്. അത് സംഭവിക്കട്ടെ. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സ്ട്രാറ്റജി അനുസരിച്ച് വിജയിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. വരും ദിവസങ്ങൾ കുറച്ചും കൂടി എൻ്റർടൈനിങ് ആവുകയാണെങ്കിൽ, കുറച്ചും കൂടി എൻഗേജിങ് ആവുകയാണെങ്കിൽ, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്, ലാലേട്ടൻ പറഞ്ഞ പോലെ ആ ക്യൂരിയോസിറ്റി ഫാക്ടർ വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കമൻറ്റ് ബോക്സിലുള്ളവരൊക്കെ വളരെ നീറ്റായിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ ഇടയ്ക്കും തലയ്ക്കും കുറച്ച് ആൾക്കാർ വരും, അവരെയൊക്കെ നമ്മൾ ഓടിച്ചു വിടുന്നുണ്ട്. സഭ്യമായ ഭാഷയിൽ ആരെയും സൈബർ ബുള്ളി ചെയ്യാതെ സംസാരിക്കുകയും ട്രോളുകളും മീമുകളും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കിനാശേരിയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.